ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നതേ ലേണിംഗ് ഡിസബിലിറ്റിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞിരുന്നു ലേൺ ന്യൂ തിങ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നെ കുറേ പേര് വിളിച്ചു കേട്ടോ. പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്ന ഒരാളുടെ സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയും ഒക്കെ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ വളരെ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുതിയ ലാംഗ്വേജ് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. വിദേശത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് എൻ്റെ നാട്ടുകാരിയൊക്കെയാണ്. അപ്പം ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് ജർമ്മനിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു. അപ്പം ചേച്ചി ആ വീഡിയോ ഇട്ടപ്പോൾ പെട്ടെന്നൊരു ഇൻസൈറ്റ് ഉണ്ടായി. അപ്പം തന്നെ കുറേ ഈ ഭാഷ പഠിപ്പിക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അവരുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ അവൈലബിൾ ആകുമോ, ഗൾഫ് രാജ്യങ്ങൾ അവൈലബിൾ ആകുമോ എന്നൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പെട്ടെന്ന് ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഇൻസൈറ്റ് തോന്നിയതെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരാളെങ്കിലും ഒരാൾ അവരത് ചിന്തിക്കുന്നുണ്ടല്ലോ നമ്മുടെ വീഡിയോ കണ്ടിട്ട്. അപ്പം അത് എനിക്ക് വ്യക്തിപരമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തിരിച്ചറിവും ബോധ്യവും ഒരു ഇൻസ്പിറേഷനും ഒക്കെ ആയിരുന്നേ ആ കോളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ആൽഫബറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ വീഡിയോ ഇട്ടത്. ശരിക്കും ഇത് തെറ്റാണ്. ഈ മിസ്റ്റേക്കാണ് ഞാൻ ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുഞ്ഞു മക്കൾക്ക് ഇങ്ങനെ ഒരേ പേജിൽ തന്നെ അല്ലെങ്കിൽ ഒരേപോലെ നമ്മുടെ സാധാരണ കുട്ടികൾക്ക് എയും ബി നമ്മൾ ചെറിയക്ഷരവും വലിയക്ഷരവുമായിട്ട് എഴുതത്തില്ലേ, അവർക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് പറ്റും. അതേസമയം ലേണിംഗ് ഡിസോർഡർ ഉള്ള മക്കൾക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങൾ അങ്ങനെ സാധാരണ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇത് രണ്ടായിട്ട് എഴുതണം എന്ന് ഞങ്ങളുടെ മിസ്സ് പറഞ്ഞു തന്നു. അതായത് ഒന്നിച്ച് വേണ്ട, ചെറിയക്ഷരവും വലിയക്ഷരവും കൂടെ ഒന്നിച്ച് വേണ്ട, സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. ആ കുഞ്ഞുമക്കൾക്ക് അതാണ് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലേണിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ പഠനവൈകല്യം എന്തെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് സാധാരണ രീതിയിൽ അവർക്ക് സാധിക്കത്തില്ല. പഠനവുമായി ബന്ധപ്പെട്ട എഴുത്താവട്ടെ, വായനയാവട്ടെ, സ്പെല്ലിംഗ് ആവട്ടെ, അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു വാക്കുകൾ ചേർത്തിട്ട് സെൻറ്റൻസ് ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് സാധാരണ തോതിൽ പെട്ടെന്ന് സ്വീകരിക്കുകയും അത് ഒരു കോൺസെപ്റ്റായിട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് അതിൽ നിന്നും കിട്ടുന്ന ഒരു ഔട്ട്കം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അവർക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് ലേണിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ പഠന വൈകല്യം ഉള്ള മക്കൾക്ക് സാധിക്കാതെ പോകുന്നത്. അത് നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ്. അപ്പോൾ പഠന വൈകല്യത്തെക്കുറിച്ചുള്ള ഓരോരോ ഘട്ടമായിട്ടുള്ള ആ ഒരു വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തേണ്ട ഒരു സംഗതി തന്നെയാണ്. അവരെ നമുക്ക് എങ്ങനെ കൈപിടിച്ച് കൊണ്ടുവരാം എന്നത് പേരൻസ് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, സ്കൂൾ അധികൃതർ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാനത് കൂടുതൽ വീഡിയോസ് ഘട്ടമായിട്ട് ചെയ്യുന്നതാണ്. ഒന്നിച്ചുള്ളതാകുമ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ.